പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി ചോദിച്ചു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി കോടതിയോട് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്ന നീക്കത്തിനാണ് രാഷ്ട്രപതി തുടക്കം കുറിക്കുന്നത്. ഭരണഘടനയുടെ 143 അനുച്ഛേദം 1 രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ചില സംശയം നിവർത്തിക്കാനുള്ള അധികാരം നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയ ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചന അധികാരം ഉപയോഗിക്കുന്നതെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരം സംബന്ധിച്ച് പല സംസ്ഥാനങ്ങളും നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. ബില്ലുകളടക്കം ഗവർണർ തടഞ്ഞുവെക്കുന്നുവെന്നാരോപിച്ച് നേരത്തെ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് നിർദ്ദേശം നൽകിയതനുസരിച്ച് രാഷ്ട്രപതിയായാലും ഗവർണറായാലും ബില്ലുകളിന്മേൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ്. ഗവർണർ 1 മാസത്തിനുള്ളിലും രാഷ്ട്രപതി 3 മാസത്തിനുള്ളിലും തീരുമാനമെടുക്കണമെന്നാണ് വിധി. ഇതാണ് രാഷ്ട്രപതി സവിശേഷ അധികാരം ഉപയോഗിച്ച് ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.